ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഉപചാരം ചൊല്ലി പിരിഞ്ഞതും. പൂരത്തിന്റെ മറ്റൊരു ആവേശ കാഴ്ചയാണത്. പകൽപൂരത്തിന് ശേഷം നടക്കുന്ന ചടങ്ങാണ്. ഇനി ഒരു വർഷം കാത്തിരിക്കണം നമ്മൾ അടുത്ത പൂരം കാണാൻ. അതാണ് ആ കാത്തിരിപ്പിലും പ്രതീക്ഷയിലുമാണ് പൂരപ്രേമികളും പൂര ആസ്വദിക്കാൻ എത്തിയവരും ഇനി പൂരനഗരിയിൽ നിന്ന് മടങ്ങുക. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇന്നത്തെ ഏറ്റവും ആവേശകരമായ കാഴ്ച ഇത് തന്നെയാണ്. പക്ഷേ ഇന്ന് തന്നെയാണ് വെടിക്കെട്ടും നടന്നത്. തൃശൂർ പൂരത്തെ, പ്രത്യേകിച്ച് തൃശൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഭഗവതിമാരുടെ ഈ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങ്. ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതിമാർ തട്ടകങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഏതായാലും ഓരോ പൂരവും വലിയ കാത്തിരിപ്പാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്, പൂരപ്രേമികളെ സംബന്ധിച്ച്. കഴിഞ്ഞ 36 മണിക്കൂർ നീണ്ടുനിന്ന ആ പൂര ആവേശം, അതിന് നാന്ദി കുറിക്കുകയാണ് ഇപ്പോൾ ഈ ഉപചാരം ചൊല്ലി പിരിയൽ ചടങ്ങിലൂടെ. ഏതായാലും തിരുവമ്പാടി ഭഗവതി അകത്ത് വടക്കുന്നാഥനെ വണങ്ങി തിരിച്ച് പുറത്ത് പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം വന്നു നിന്നു. ഈ സമയം പാറമേക്കാവ് ഭഗവതിയും അഭിമുഖമായി നിന്ന് പരസ്പരം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി തട്ടകങ്ങളിലേക്ക് പോകും. അവിടെ ആറാട്ടുണ്ട്, അതിനുശേഷം പൂരക്കഞ്ഞിയുണ്ട്. ഏതായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങ് നടക്കുക. എന്നാൽ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇനി ഉള്ളത്. അടുത്ത പൂരം എന്നാണ് എന്നുള്ളത് വൈകാതെ പറയുകയും ചെയ്യും. ആ പൂരത്തിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവതിമാർ ഇപ്പോൾ ഈ നിലപാട് തറയിൽ നിന്ന്, വടക്കുന്നാഥന്റെ നിലപാട് തറയിൽ നിന്ന് മടങ്ങുന്നത്. ഇനി പൂരാവേശത്തിനായി ഒരു വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പാണ് ഇനി ഉണ്ടാവുക. ഏതായാലും ശരി, ശ്രീധരൻ പറഞ്ഞതുപോലെ ഒരു വൈകാരികമായ യാത്രയയപ്പ് കൂടിയാണ്. ഉപചാരം ചൊല്ലി പിരിയുകയാണ്. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. അടുത്ത വർഷത്തെ പൂരത്തിന് കാണാമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ഇന്ന്. അതെയാ കുറച്ച്